ഞാനേ ഇന്ന് നിങ്ങളുടെ മുന്നിൽ രണ്ട് വൈറൽ താരങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇവരെക്കുറിച്ച് പറയാനാണെങ്കിൽ 100 നാവാണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അധികം ലേറ്റ് ആക്കണ്ട, നേരെ വീഡിയോയിലേക്ക് പോകും. ഇന്ന് വേറെ ഇൻട്രോ വീഡിയോ ഒന്നും വയ്ക്കുന്നില്ല. കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞെട്ടരുത്. ഈ വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്കപ്പോൾ ആ ഇൻ്റർവ്യൂവിലേക്ക് പോയാലോ? ഒരു ഗംഭീര ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വെക്കുന്നത്. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിളാണ്. സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന കപ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നത് രേണു സുധി അല്ലേ, ഷാജിദ ഷാജി അല്ലേ? ഇവർക്കപ്പുറം വേറൊരു കപ്പിൾ എന്ന് പറയുമ്പോൾ ആരാണ്? പ്രേക്ഷകരുടെ മനസ്സിൽ ആ ചോദ്യം അലയടിക്കുകയാണ്. ആരാണ് ആ കപ്പിൾ? ആരാണ് ആ കപ്പിൾ? പറയൂ. നമുക്കൊരു കാര്യം ചെയ്യാം, കപ്പിളിനെ വരവേൽക്കാം. വരൂ. ലെറ്റ്സ് വെൽക്കം പൂജ ആൻഡ് അമൽ. ഹലോ. ഇവരായിരുന്നോ പൂജയും അമലും നമ്മുടെ പിള്ളേര്? ആരെന്ന് അറിയണ്ടേ? ഇടയ്ക്ക് നമ്മൾ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. +1 കടക്കുന്നതിന് മുൻപ് തന്നെ കല്യാണം കഴിച്ച 2 പേരാണ്. അങ്ങനെ സമൂഹത്തിന് മാതൃകയായ 2 പേരാണ്. ഇപ്പോൾ ശരിക്കും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്ക്. അവർ ആരുടെയെങ്കിലും കൂടെയൊക്കെ ഒന്ന് ഒളിച്ചോടി പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ ഓടും. ഉടനെ തന്നെ ഇവരൊരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് അങ്ങോട്ട് വൈറലാവും. പിന്നെ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞത് ഓടിപ്പോയിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. ഡേ ഇൻ മൈ ലൈഫ്, സ്കൂളിലേക്ക് പോകുന്നത്, സ്കൂളിലേക്ക് വരുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ്. കൂടുതലും ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികളാണ്. അതിനകത്ത് നല്ല കമൻറ്റ് ഇടുന്ന ആൾക്കാരെല്ലാവരും, നല്ല കമൻറ്റ് ഇൻ ദ സെൻസ് ഇവരെ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും യങ്സ്റ്റേഴ്സും അല്ലെങ്കിൽ ഇവരുടെ പ്രായക്കാരും, ഇവരെ ഉപദേശിക്കുന്ന ലെവലിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാർ നമ്മളെപ്പോലുള്ള അമ്മാവന്മാരും. അങ്ങനെയല്ലേ പറയേണ്ടത് അല്ലേ? ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അമ്മാവന്മാരാണല്ലോ. റിയാക്ട് ചെയ്യാൻ പാടില്ല. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ വ്ളോഗേഴ്സ് എല്ലാം മോശക്കാരാണ്. ഇപ്പോൾ അമലിൻ്റെ ഭാഷയെ പറയുവാണെങ്കിൽ, എടാ നിനക്കൊന്നും പെണ്ണ് കിട്ടാത്തതുകൊണ്ടാടാ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് സെറ്റായി. നീയൊക്കെ ട്രൈ ചെയ്ത് നിനക്കൊക്കെ സെറ്റാവും എന്നാണ് അമൽ പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ ഇൻ്റർവ്യൂ ഒന്ന് കണ്ട് അങ്ങോട്ട് പരിപോഷിപ്പിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? അത്ര സുഖം തോന്നുന്നില്ലല്ലോ ആ സുഖമായിട്ടിരിക്കുന്നുള്ള പറച്ചിൽ. അത് നാണം കൊണ്ടാണോ പൂജമോളെ? പൂജമോൾക്ക് ഭയങ്കര നാണമാണ്. പൂജമോൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ഷൈയാണ്. ആദ്യമായിട്ടൊക്കെ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടല്ലല്ലോ, ഇപ്പോൾ 2-3 ഇൻ്റർവ്യൂ ഒക്കെ ആയില്ലേ? അപ്പോൾ ആ പരിചയമൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? ഒന്ന് ഉഷാറാവ്. എല്ലാവരും കാണട്ടെ, നമ്മുടെ ഉഷാറാവ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിൾസ് ആണ് നിങ്ങൾ. അപ്പൊ എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയ ജീവിതം, അല്ലെങ്കിൽ യൂട്യൂബർ ആയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം? കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ പോകുന്നു. ഒരു കോൺഫിഡൻസ് ഇല്ലല്ലോ ഈ നന്നായിട്ടൊക്കെ പോകണമെന്നൊക്കെ പറയുമ്പോൾ. അതൊരു നന്നായിട്ട് പോകുന്നുണ്ടോ? അപ്പം നിങ്ങൾ ചോദിക്കും, അവർ നന്നായിട്ട് പോയാൽ എന്താ, നന്നായിട്ട് പോയില്ലെങ്കിൽ എന്താ? അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇവരെ കണ്ട് കുറച്ച് പിള്ളേരൊക്കെ അങ്ങോട്ട് ചിന്തിക്കും, ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്താൽ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കാം, ആളുകൾ അറിയും, പേരെടുക്കാം, യൂട്യൂബിൽ വീഡിയോ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഈ ലെവലിൽ ചിന്തിക്കുന്ന പിള്ളേരും ഉണ്ടാവും. എന്നാൽ ഒരു കാരണവശാലും ഇവരെ മാതൃകയാക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന പിള്ളേരും ഉണ്ടാവും. അത് പാരൻസ് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇരിക്കും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇവർ ഒരു വിഭാഗം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവർ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും എത്രമാത്രം ഇവർ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം, ബാക്കി കേട്ടിട്ട്. യൂട്യൂബിലൊക്കെ നന്നായിട്ട് നല്ല ഫോളോവേഴ്സും പിന്നെ വ്യൂവേഴ്സും നല്ല രീതിയിലുണ്ട്. പിന്നെ കമന്റ് പറയാൻ വേണ്ടി കുറെ പേര് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ കമന്റ് ഒക്കെ പറഞ്ഞിട്ട് വരാറുണ്ടോ? അല്ല മോളെ, മോളും ഇവരിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നതാണോ? അവരെ പോലെയൊക്കെ തന്നെ ഷൈ ആയിട്ടാണ് മോളും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇൻ്റർവ്യൂ എടുക്കുന്നത് അല്ലേ? അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, പോകെ ശരിയായിക്കോളൂ. നോക്കാം ബാക്കി. അമ്മയോടൊക്കെ പറയാറുണ്ടോ? എന്താ പറയാറുണ്ട്? പിന്നല്ല, അതൊരു ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുമ്പോ ജില്ലെന്ന് പറഞ്ഞ് ഇരിക്കണ്ടേ? എന്തെന്നാണ് ഇത്? 2 പേരിങ്ങനെ നീ പറ ഞാൻ പറ, നീ പറ ഞാൻ പറ. ചേ. അടുത്ത ഇന്റർവ്യൂവിന് കുറച്ചുകൂടെ ഉഷാറാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ അമ്മ എന്റെ അമ്മയാണോ? അല്ലടാ, അയൽവക്കത്തെ അമ്മ. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നമ്മലേ, നിങ്ങളെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ അമ്മയുടെ കാര്യമല്ലേ ചോദിക്കുള്ളൂ? വല്ലവരുടെ അമ്മയുടെ കാര്യം ചോദിക്കോ? പറ, ആരെങ്കിലും ഒന്ന് പറയടേ. ഒന്നുകിൽ നീ പറ, അല്ലെങ്കിൽ കൊച്ചിനെ പറയാൻ സമ്മതിക്ക്. പറ. അമ്മയുടെ ആരും കമ്മലൊന്നും പറഞ്ഞ എഴുത്തൊന്നുമില്ല വീട്ടില്, അങ്ങനൊന്നുമില്ല. ആൾക്കാരൊക്കെ പറയും, അതേ ഉള്ളൂ. ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാ അതേ ഉള്ളൂ. മാരേജ് കഴിഞ്ഞിട്ട് എത്ര മാസമായി? 4 മാസം. എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്? എങ്ങനെയുണ്ട്?
അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്? ഓ പറ അങ്ങോട്ട്. ഇതാണ് ഈ പ്രായത്തിലുള്ള പിള്ളേരെല്ലാവരും അന്വേഷിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായി. ഈ 4 മാസമായിട്ട് ഇവരുടെ ലൈഫ് എന്താണ്? ശരിക്കും ഈ ഒരു ഏജിലുള്ള കുട്ടികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആകുമോ ഇല്ലയോ? നിങ്ങൾ പറ. പൂജയെ സംബന്ധിച്ച് പൂജയുടെ സാഹചര്യം കൊണ്ടാണ് ഇറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. എന്താണ് സാഹചര്യം എന്നുള്ളത് നമുക്കറിയില്ല. വീട്ടിലെ പ്രശ്നങ്ങളുണ്ടായിട്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും എനിക്ക് ആ അമലിനോടുള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത്, പൂജനെ പഠിപ്പിക്കാൻ വിടുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ബഹുമാനമുണ്ട്. പഠിക്കാൻ വേണ്ടി വിടുന്നുണ്ടല്ലോ, അതിൽ വലിയൊരു റെസ്പെക്ട് അമലിനോട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ അമലിന് പറയാം, വീട്ടിലിരിക്കുന്നു പറയാം. പക്ഷേ അതല്ലാണ്ട് പഠിക്കാൻ വിടുന്നുണ്ട്. അത് മോനെ നീ ചെയ്തത് വലിയൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എത്രമാത്രം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞങ്ങളെ കണ്ട് പഠിക്കരുത്, ഞങ്ങൾ ചെയ്ത പോലെ ചെയ്യരുത് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല, നിങ്ങളെ കണ്ട് ആരും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. നിങ്ങളെ കണ്ട് കുറേയധികം കുട്ടികൾ അവരുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകൾ വരാം. ഞാൻ വരും എന്നൊന്നും പറയുന്നില്ല, വരാം. ബാക്കി കേൾക്കാം. എല്ലാരും പറയുന്ന മാരേജ് ലൈഫ് ഭയങ്കര ഉഴപ്പായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം പൂജയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു 5 വയസ്സ് 6 വയസ്സ് ഏജ് വ്യത്യാസമുള്ളത്. അപ്പൊ എല്ലാരും പറയും നിങ്ങളുടെ ലൈഫ് നല്ല തേഞ്ഞു പോകുന്നൊക്കെ പറയുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. വളരെ നല്ല രീതിയിൽ പോട്ടെ. ഒരിക്കലും അങ്ങനെ ഒരു മോശം ലൈഫിലേക്ക് പോകരുത്, ലൈഫായിട്ട് പോകരുത്. നല്ല രീതിക്ക് തന്നെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. കാര്യം ആ ഒരു ഏജിൽ കല്യാണം കഴിച്ച് പോയെങ്കിൽ പോലും നല്ല ഉയർച്ചയിൽ തന്നെ മുന്നോട്ട് ജീവിക്കും, ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നൊരു വിശ്വാസം, ഉറപ്പ്, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവണം. അതല്ലാതെ ഇതാണ് ലൈഫ്, ഇങ്ങനെയാണ് ലൈഫ് എന്ന ലെവലിലല്ല നിങ്ങളൊരു ഇൻഫ്ലുവൻസറായിട്ട് മാറേണ്ടത്. നിങ്ങൾ എന്തായാലും യൂട്യൂബേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. 100% തെറ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. എനിക്ക് ഈ പ്രണയത്തിനോടോ അല്ലെങ്കിൽ ലവ് മാരേജിനോടോ ഒന്നും യാതൊരു എതിർപ്പുമില്ല. പക്ഷേ വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു ഒളിച്ചോട്ടം, അതിനോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. പൂജയ്ക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. അമലിന് അത് പൂജയെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. കുറച്ച് നാളോട് കഴിഞ്ഞ്, എന്തായാലും പഠിത്തം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ കല്യാണമൊക്കെ കഴിപ്പിക്കത്തുള്ളൂ. +2 കഴിയണമല്ലോ. പക്ഷേ +1ലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഒളിച്ചോട്ടം എന്ന് പറയുന്നത് കുറച്ച് എടുത്തുചാട്ടമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും സംഭവിച്ചു. മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ ജീവിച്ച് പോകണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെ ആഗ്രഹം. വിചാരിച്ചൊരു മാരേജ് ലൈഫാണോ ഇപ്പൊ കിട്ടുന്നത്? നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ അവർക്കേ ഒരു ഉറപ്പില്ല. ആണ് അവസാനം ഉറപ്പിച്ച് ആണെന്നുള്ളത്. ഇപ്പൊ അമ്മ ഇപ്പൊ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ കുറെ കമന്റ്സ് വന്നത്, കുറച്ച് കഴിയുമ്പോൾ അവര് പോവായിരിക്കും വിചാരിച്ചിട്ട് അമ്മ തുന്നൽ മിഷനിൽ തുണി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ കമന്റ് ഒക്കെ വരുന്നത്. ആക്ച്വലി അമ്മയുടെ റിയാക്ഷൻ എനിക്ക് കണ്ടപ്പോ തോന്നിയത് കൂളാണ്, പുള്ളിക്കാരത്തി എൻജോയ് ചെയ്യുന്നുണ്ട് ലൈഫ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ കമന്റ്സ് അങ്ങനെ വരുന്നുണ്ട്. അതിനോട് നിങ്ങളുടെ റിയാക്ഷൻ എന്താ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ ഞങ്ങളിവിടെ തന്നെ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നത്. പിന്നെ അമ്മ അപ്പ അവിടെ തയ്ച്ചോണ്ടിരുന്നേ, അപ്പം ഞങ്ങൾ ഇടയ്ക്കൂടെ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് വേറെ വഴിയില്ലല്ലോ, സപ്പോർട്ട് ചെയ്തതിലേ പറ്റൂ. കാരണം മോനൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കുട്ടി അങ്ങോട്ട് പോകും, ആ കുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് വേറെ നിവൃത്തിയില്ല. അമ്മ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ മരുമകളാണ്, അതുകൊണ്ട് തന്നെ കെയർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് ഏതൊരു അമ്മയും ചെയ്യുന്നൊരു കാര്യമാണ്. ആ അമ്മയ്ക്ക് ഒരു ഹാറ്റ്സ് ഓഫ് പറയാണ്. കാരണം ഇറക്കി വിട്ടില്ലല്ലോ. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് വഴിയാധാരമാണ്. ആ അമ്മയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ അമ്മ കെയർ ചെയ്ത് പോകുന്നുണ്ടെന്നാണ് ഇവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ബാക്കി നോക്കാം. അച്ഛനവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അറിയത്തില്ല. അച്ഛനും അമ്മയ്ക്ക് വീഡിയോ ഒക്കെ കാണാറുണ്ടോ? വീഡിയോ കണ്ട് കാണിക്കാറുണ്ട്. എന്നിട്ട് എന്താ പറയാറുണ്ട്? എന്തോന്ന് ചോദ്യമാണ്. അച്ഛനും അമ്മ വീഡിയോ കാണാറുണ്ടോ? മക്കളിടുന്ന വീഡിയോ പിന്നെ അച്ഛനമ്മ കാണത്തില്ലേ? ചേട്ടന് നമ്മുടെ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല, മിന്നായം പോലെ കണ്ടിട്ടുള്ളൂ. അത് ചേട്ടൻ വീഡിയോ എടുക്കാൻ ടൈം ഓടിക്കളയും. വീഡിയോ മാറും. അതേ കുഴപ്പമില്ല, കാണിക്കാം. ഓക്കെ. പിന്നെ +1 റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും പറഞ്ഞു +1 റിസൾട്ട് വന്നെങ്കിൽ അതെന്തുകൊണ്ട് കാണിക്കുന്നില്ല, എത്രയാണ് മാർക്ക്, എത്ര A+ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കാണിക്കാന് +1 റിസൾട്ട്? പാസ്സായി എന്ന് പറഞ്ഞു. പക്ഷെ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് കാണിക്ക് എന്നൊക്കെയാണ് പറയുന്നത്.
അതിന്റെ ആവശ്യമില്ലാന്ന്. അത് മനസ്സിലായില്ലേ? ധൈര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് കാണിച്ചില്ല. ഞങ്ങൾ കാണിക്കത്തില്ല, ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചില്ല, അത്രേ ഉള്ളൂ. എന്തോ നാടേ കുറേ അധികം ചോദ്യങ്ങൾ ഈ കൊച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിക്ക് പോട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവർ കല്യാണം കഴിച്ചു, ജീവിക്കുന്നു. പൂജയുടെ വീട്ടുകാർ ഇപ്പോഴും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കാരണവശാലും കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് ആരും ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. പിന്നെ ഈ ചാനലുകാർ എന്ത് കണ്ടിട്ടാണ്, എന്ത് മെസ്സേജാണ് നിങ്ങൾ ഇതുവഴി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് മെസ്സേജാണ് ഇത്തരം കുട്ടികളെ കൊണ്ടിരുത്തിയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തിട്ട് സമൂഹത്തിന് കൊടുക്കുന്നത്? അത് മനസ്സിലാവുന്നില്ല. ശരിക്കും നെഗറ്റിവിറ്റി അല്ലേ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ഒരു 17-18 വയസ്സുള്ള കുട്ടികൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൈറലാവാം, വൈറലായി കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർ ഇൻ്റർവ്യൂവിൽ വിളിച്ചിരുത്തും, അവിടെ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ പറഞ്ഞ് അവിടെ വീണ്ടും റീച്ച് കിട്ടുന്നു, പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള കാശ് അതുവഴി ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്ത ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണോ ഇത്തരം ആളുകളെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പണ്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളെ നോക്കുമ്പോൾ അവർക്കൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ റോഡിൽ കൂടെ തെറി പറഞ്ഞുകൊണ്ട് പോകുന്നതിനും അടുത്ത ദിവസം നോക്കുമ്പോഴേക്കും ഏതെങ്കിലും ചാനലിൻ്റെ ഗസ്റ്റ് സീറ്റിലുണ്ടാവും. അതാണ് അവസ്ഥ. വഴിയൊരു മന്ത്രിയെ തെറി പറഞ്ഞുകൊണ്ട് പോയാൽ അവൻ നാളെ വൈറൽ താരമാണ്. ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. എനിവേ, നിങ്ങൾക്ക് ഈ പൂജനെയും അമലിനെയും കുറിച്ച് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.